Hi friends, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈ ഫാമിലി ആൻഡ് ഐ, മൈ ഫാമിലി ആൻഡ് മീ ഈ രണ്ട് ഫ്രേസസ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എപ്പോഴാണ് ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത്? കാരണം ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ മൈ ഫാമിലി ആൻഡ് ഐ എന്ന് പറയണം, ചില സ്ഥലത്ത് നമ്മൾ മൈ ഫാമിലി ആൻഡ് മീ എന്ന് പറയണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാം. നമുക്ക് ആദ്യം ഈ രണ്ട് സെൻറ്റൻസസ് നോക്കാം. My family and I went to the party. My family and me went to the party. ഇതിലേതാണ് ശരി? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് മൈ ഫാമിലി ആൻഡ് ഐ വെൻറ്റ് ടു ദ പാർട്ടി എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആദ്യം നോക്കാം ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണ്. ഹൂ വെൻറ്റ് ടു ദ പാർട്ടി? മൈ ഫാമിലി ആൻഡ് ഐ വെൻറ്റ് ടു ദ പാർട്ടി അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് മൈ ഫാമിലി ആൻഡ് ഐ ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോനൗൺ ഒരു സബ്ജക്റ്റിൽ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് പ്രോനൗൺസിൽ ഒരെണ്ണം വേണം അവിടെ ഉപയോഗിക്കാൻ. അപ്പോൾ ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് പ്രോനൗൺസ് എന്തൊക്കെയാണ്? ഐ, യു, ഹി, ഷീ, ഇറ്റ്, ദേ, വി, ഇതൊക്കെയാണ് സബ്ജക്റ്റ് പ്രോനൗൺസ്. അപ്പോൾ ഇതിലേതെങ്കിലുമേ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മീ എന്നുള്ളത് ഒരു സബ്ജക്റ്റ് പ്രോനൗൺ അല്ല, ഐ ആണ് സബ്ജക്റ്റ് പ്രോനൗൺ. അപ്പം മൈ ഫാമിലി ആൻഡ് ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആവുന്നത് കാരണം അവിടെ സബ്ജക്റ്റ് പ്രോനൗണായ ഐ വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ മൈ ഫാമിലി ആൻഡ് ഐ എന്ന് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. ദേ ത്രൂ എ പാർട്ടി ഫോർ മൈ ഫാമിലി ആൻഡ് ഐ. ദേ ത്രൂ എ പാർട്ടി ഫോർ മൈ ഫാമിലി ആൻഡ് മീ. ഇതിലേതാണ് ശരി? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏതാണ് സബ്ജക്റ്റ് എന്ന് നോക്കാം. സബ്ജക്റ്റ് എന്താണ് ഇവിടെ? ഹൂ ത്രൂ ദ പാർട്ടി? ദേ ത്രൂ ദ പാർട്ടി. അപ്പോൾ ദേ ആണ് സബ്ജക്റ്റ്. ഹൂ വാസ് എ പാർട്ടി ത്രോൺ ഫോർ? പാർട്ടി വാസ് ത്രോൺ ഫോർ മൈ ഫാമിലി ആൻഡ് മീ. ഇപ്പോൾ ഇതൊരു ഓബ്ജക്റ്റാണ് അല്ലേ? ഇതൊരു ഓബ്ജക്റ്റിൽ നമ്മൾ ഒരു പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ അത് ഒരു ഓബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം. ഇംഗ്ലീഷിലെ ഓബ്ജക്റ്റ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? ഓബ്ജക്റ്റ് പ്രോനൗൺസ് മീ, യു, ഹിം, ഹർ, ഇറ്റ്, അസ്, ദം, ഇതൊക്കെയാണ് ഓബ്ജക്റ്റ് പ്രോനൗൺസ്. അപ്പം ഒരു പ്രോനൗണ് ഓബ്ജക്റ്റിൽ വരുമ്പോൾ അത് ഒരു ഓബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റാണ് അല്ലേ ഈ സെൻറ്റൻസിൽ. ദേ ത്രൂ ദ പാർട്ടി ഫോർ മൈ ഫാമിലി ആൻഡ് മീ ആണ് അവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. കാരണം ഐ ഒരു സബ്ജക്റ്റ് പ്രോനൗൺ ആണ്, ഓബ്ജക്റ്റ് പ്രോനൗൺ മീ ആണ്. അതുകൊണ്ട് ഇവിടെ മീ ആണ് കറക്റ്റായിട്ട് വരേണ്ടത്. നമുക്കിത് തിരിച്ചും പറയാൻ പറ്റും. അപ്പം മൈ ഫാമിലി ആൻഡ് ഐ എന്ന് പറയുന്നതിന് പകരം ഐ ആൻഡ് മൈ ഫാമിലി എന്നും പറയാം. മൈ ഫാമിലി ആൻഡ് മീ എന്ന് പറയുന്നതിന് പകരം മീ ആൻഡ് മൈ ഫാമിലി എന്നും പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മറ്റേ ഒരാളെയും പറ്റി സംസാരിക്കുമ്പോൾ മറ്റേയാളുടെ പേര് നമ്മുടെ പേരിന് മുന്നിൽ പറയണം. അപ്പോൾ മൈ ഫാമിലി നമ്മുടെ പേരിന് മുന്നിലാണ് പറയുന്നത്, ഐക്ക് മുന്നേ വരണം. മൈ ഫാമിലി ആൻഡ് ഐ എന്ന് പറയുന്നതാണ് കറക്റ്റ്. അല്ലെങ്കിൽ മൈ ഫാമിലി ആൻഡ് മീ എന്ന് പറയുന്നതാണ് കുറേ കൂടെ പൊളൈറ്റ് ആയിട്ടുള്ള വേ. രണ്ടും ഓക്കെയാണ് യൂസ് ചെയ്യാൻ, പക്ഷേ മോർ പൊളൈറ്റ് വേ മൈ ഫാമിലി ആൻഡ് മീ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഐ ആണോ മീ ആണോ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ ട്രിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഈ ഐയുടെ അല്ലെ മീയുടെ കൂടെയുള്ള കാര്യങ്ങൾ എടുത്ത് മാറ്റുക. അപ്പോൾ മൈ ഫാമിലി എടുത്ത് മാറ്റുക. എന്നിട്ട് ഐ മാത്രം വെച്ച് ആ സെൻറ്റൻസ് ഒന്ന് ഫോം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏതാണ് തോന്നുന്നതെന്ന് വെച്ചാൽ മറ്റേത് ചേർക്കുമ്പോഴും അത് തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട രണ്ട് എക്സാമ്പിൾസ് നമുക്ക് ഈ ട്രിക്ക് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം. മൈ ഫാമിലി ആൻഡ് ഐ വെൻറ്റ് ടു ദ പാർട്ടി. അപ്പോൾ നമ്മൾ മൈ ഫാമിലി എടുത്ത് മാറ്റിയിട്ട് ഐ മാത്രം വെച്ച് ഈ സെൻറ്റൻസ് ട്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഐ വെൻറ്റ് ടു ദ പാർട്ടി അല്ലെങ്കിൽ മീ വെൻറ്റ് ടു ദ പാർട്ടി. ഇതിലേതാണ് കറക്റ്റ്? ഐ വെൻറ്റ് ടു ദ പാർട്ടി എന്ന് പറയുന്നതല്ലേ കറക്റ്റ് അല്ലേ? മീ വെൻറ്റ് ടു ദ പാർട്ടി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മൈ ഫാമിലി ആൻഡ് ഐ വെൻറ്റ് ടു ദ പാർട്ടി എന്ന് വേണം പറയാൻ. അതേപോലെ ഇനി അടുത്തത് നമുക്ക് നോക്കാം. ദേ ത്രൂ എ പാർട്ടി ഫോർ മൈ ഫാമിലി ആൻഡ് ഐ ആണോ മീ ആണോ? നമുക്ക് ഈ സെൻറ്റൻസ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇരിക്കും? ദേ ത്രൂ എ പാർട്ടി ഫോർ ഐ. ശരിയാണോ? ശരിയല്ല. ദേ ത്രൂ എ പാർട്ടി ഫോർ മീ.
അത് ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം they threw a party for my family and me എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് വെച്ച് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. Could you help my parents and I or me move this couch? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയിരിക്കും? Could you help me move the couch? ശരിയാണോ? അത് ശരിയാണല്ലേ? ഇനി I വെച്ച് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? Could you help I move the couch? ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ ഇവിടെ me ആണ് വരേണ്ടത്. Could you help my parents and me move the couch? I or me and my brother played the video game together. അപ്പോൾ ഇവിടെ എങ്ങനെയിരിക്കും? I played the video game together എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രേഞ്ച് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ സെൻറ്റൻസ് സിംപ്ലിഫൈ ചെയ്യാം. I played the video game അല്ലെങ്കിൽ me played the video game. ഇതിലേതാണ് ശരി? I played the video game ആണ് ശരി അല്ലേ? അപ്പോൾ I and my brother played the video game together എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. He invited my family and I or me to his wedding. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? He invited I to his wedding. ശരിയല്ല. He invited me to his wedding. അത് കറക്റ്റാണ്. അപ്പോൾ he invited my family and me to his wedding എന്നുള്ളതാണ് കറക്റ്റ്. Our friends chose my boyfriend and I or me as the cutest couple. Our friends chose I എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. Our friends chose me എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് our friends chose my boyfriend and me as the cutest couple എന്നുള്ളതാണ് കറക്റ്റ്. It was my friends and I or me who won that dance contest. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. It was I who won the dance contest. അല്ലെങ്കിൽ it was me who won the dance contest. അപ്പോൾ ഇതും അത്ര ക്ലിയർ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുക. I won the dance contest അല്ലെങ്കിൽ me won the dance contest. ഇപ്പോൾ കുറേ കൂടി എളുപ്പമായി അല്ലേ? അപ്പോൾ I won the dance contest എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ഈ കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസേജ് വരും? It was my friends and I who won the dance contest. അതാണ് കറക്റ്റ്. Can I go wherever I or me and my children want to go? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ can I go wherever me want to go? ശരിയാണോ? അത് അത്ര ശരിയല്ല. മറ്റേ നോക്കാം. Can I go wherever I want to go? അത് ശരിയാണ് അല്ലേ? സോ കറക്റ്റായിട്ട് can I go wherever I and my children want to go എന്നുള്ളതാണ് കറക്റ്റ്. I or me and my classmates went to the zoo on a class trip. അപ്പോൾ ഇവിടെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. I went to the zoo അല്ലെങ്കിൽ me went to the zoo. ഇതിലേതാണ്? നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. I went to the zoo ആണ് കറക്റ്റ് എന്ന് അല്ലേ? അതുകൊണ്ട് I and my classmates went to the zoo on our class trip എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഈ യൂസേജ് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.